ഹലോ, അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ചാനൽ ഡാൻസ് വിത്ത് ദീപ്തി. കണ്ടോ, ഡാൻസ് വിത്ത് ദീപ്തി ആണ് ഈ ചാനലിൻ്റെ നെയിം. അപ്പം ഞാൻ ഇത് നോക്കിയാണ് വർക്കൗട്ട് ചെയ്യാറ്. ദിവസം ഒരു ഹാഫ് ആൻ അവർ വർക്കൗട്ട് ചെയ്താൽ മതി. ഇവരുടെ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഒരു 5 years ആയിട്ട് ഇവർ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഏത് വീഡിയോ ആണ് കൺവിൻസിങ് ആയിട്ടിരിക്കുന്നത് അത് നോക്കി നമുക്ക് എക്സസൈസ് ചെയ്യാം. ബിഗിനർ ഫ്രണ്ട്ലി എല്ലാ ടൈപ്പ് വർക്കൗട്ട് വീഡിയോസ് ഇവരുടെ അടുത്തുണ്ട്. നമ്മുടെ ഇത് നോക്കി വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്യുന്നൊന്നും ടയറിങ് ആയിട്ട് തോന്നത്തില്ല. കുറച്ച് ഡാൻസ്, കുറച്ച് വർക്കൗട്ട്, നമുക്ക് ബോഡിയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ മൂവ്മെൻറ്റ്സും ഇതിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ചാനൽ നോക്കിയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു ഹാഫ് ആൻ അവർ വർക്കൗട്ട് ചെയ്യും. മാക്സിമം ഡെയിലി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സൺഡേ ചെയ്യാറില്ല, ബാക്കി ദിവസങ്ങളിൽ ഡെയിലി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ ചെയ്യാറില്ല. പിന്നെ വാക്കിംഗ് ചെയ്ത് കോപ്പപ്പ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ജിമ്മിൽ പോവാതെ വർക്കൗട്ട് ചെയ്യണം, വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഹലോ ചങ്കുകളെ, ചങ്ങതികളെ, ഉച്ചയ്ക്ക് വന്നിട്ട് കഴിച്ചത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പനിയായതുകൊണ്ട് ഞാൻ എടുക്കാനും വിട്ടുപോയി, എടുക്കാനും പറ്റിയില്ല. പിന്നെ രാവിലെ ഒരു സെറ്റ് വാക്കിംഗ് കഴിഞ്ഞ് 6000 steps നടന്നു. ഇനി ഈവനിങ് നടക്കാൻ പറ്റുമോ അറിയില്ല, പനിയുണ്ട്. അപ്പോൾ നടക്കണോ വേണ്ടിയൊന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മണി ഇപ്പം കൃത്യം 4:48. ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാൻ പോവാം. പനി പോലെ ഇരിക്കുന്നതുകൊണ്ട് തൊണ്ടവേദനയൊക്കെ ഉള്ളതുകൊണ്ട് കോഫി ഇട്ടു. ഇല്ലെങ്കിൽ ഞാൻ ഒരു നേരമാണ് ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നത്. ഇന്ന് 2 നേരം കുടിക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് ആശ്വാസത്തിന് വേണ്ടി. പിന്നെ ഡിന്നർ വന്നിട്ട് ഉഴുന്നുവട, ചമ്മന്തി, ഉപ്പുമാവ്. അപ്പോൾ കുറച്ചേ കഴിക്കുള്ളൂ. കഴിച്ചിട്ട് ചായയും കുടിച്ചാൽ ഇന്നത്തോടെ എൻ്റെ ഭക്ഷണം തീർന്നു. ഇനി ഇതിനപ്പുറം ഞാൻ വേറെ ഒന്നും കഴിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നടക്കണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, വയ്യ ഒട്ടും. അപ്പം എന്തായാലും ഞാൻ ഇതിൻ്റെ അവസാനം എത്ര സ്റ്റെപ്പ് നടന്നെന്ന് അറ്റാച്ച് ചെയ്തേക്കാം. അപ്പം നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.